ഇനി ഒരു പക്ഷേ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത ശേഷം ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു എന്ന് തന്നെ കരുതാം. ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഏതായാലും നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നതല്ലേ, അമേരിക്കയിൽ വന്നതല്ലേ, നമുക്ക് രണ്ട് വാക്ക് സംസാരിച്ച് ഒന്ന് ഒന്ന് ചർച്ചയ്ക്കൊന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് ചില തീരുമാനങ്ങൾ വെക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരും. പറയുമ്പോൾ ഇന്ത്യ അത് അംഗീകരിച്ചോണമെന്നില്ല. തീരുമാനം മാറ്റണമെന്ന് ഒരുപക്ഷെ പറഞ്ഞാൽ അവിടുത്തെ ജൈവ കൃഷി വസ്തുക്കളെ, കാർഷിക വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് ഇറക്കണമെന്ന് പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ സമ്മതിച്ചു കൊടുക്കൂല. കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കർഷകർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞാൽ ഇന്ത്യ കേൾക്കൂല. അങ്ങനെയാണെന്നുള്ളത് നേരത്തെ തന്നെ അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ട്രംപ് നേരെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നേനെ ഇവിടെ വിരുന്നുണ്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്തിട്ടില്ല. അത് അവിടെ ചെന്നാലും മോദി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത ഹെഡ്ലൈൻ വരും, ആട്ടി വിട്ടു. അവിടെ ട്രംപുമായിട്ട് ചർച്ചയ്ക്കിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ട്രംപ് അയ്യോ ഞങ്ങളത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ട്രംപ് എന്ത് ചെയ്തു? പുറംകാലിന് ആട്ടി വിട്ടു എന്നായിരിക്കും അടുത്ത ഡയലോഗ് പിറ്റന്നത്തെ പേപ്പറുകൾ കാണുക.